ഗാസ അമേരിക്ക സ്വന്തമാക്കിയാൽ പാലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവസരമുണ്ടായിരിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു അഭിമുഖത്തിനിടെയാണ് ട്രംപിന്റെ ഈ പരാമർശം. ഭാവിയിലേക്കുള്ള റിയൽ എസ്റ്റേറ്റ് വികസനമെന്നാണ് ഈ പദ്ധതിയെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഫോക്സ് ന്യൂസ് ചാനലിലെ ബ്രൈറ്റ് ബെയറുമായി നടത്തിയ അഭിമുഖത്തിനിടെയാണ് ട്രംപിന്റെ പ്രതികരണം. ഗാസ താൻ സ്വന്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയ്ക്ക് പുറത്ത് 6 വ്യത്യസ്ത സ്ഥലങ്ങളിൽ പാലസ്തീൻ ജനതയ്ക്ക് താമസിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ പദ്ധതി അറബ് രാജ്യങ്ങൾ തള്ളിയിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങൾക്ക് മികച്ച പാർപ്പിട സൗകര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലസ്തീൻ ജനതയ്ക്ക് ഗാസയിലേക്ക് തിരിച്ചു വരാനാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം. പാലസ്തീൻ വംശജർക്ക് സ്ഥിരതാമസത്തിനായുള്ള സൗകര്യം ഒരുക്കണമെന്നും നിലവിൽ ഗാസ താമസയോഗ്യമല്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗാസയുമായി ബന്ധപ്പെട്ട ഈ പദ്ധതി ട്രംപ് വെളിപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ പാലസ്തീൻ ജനത വിമർശനവുമായി എത്തി. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ നിന്നും പാലസ്തീൻ ജനതയെ മാറ്റിപ്പാർപ്പിക്കണമെന്നും ഈജിപ്തും ജോർദാനും അവരെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വരണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഗാസയിലെ 20 ലക്ഷത്തിലധികം വരുന്ന പാലസ്തീൻ വംശജർക്കായി മനോഹരമായ വാസസ്ഥലം ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഗാസ മുനമ്പിന്റെ ഭാഗങ്ങൾ മനോഹരമായി പുനർനിർമ്മിക്കാൻ മധ്യപൂർവ്വ ദേശത്തെ മറ്റു സമ്പന്ന രാജ്യങ്ങളെ US അനുവദിക്കും. എന്നാൽ ഹമാസിന്റെ മടങ്ങിവരവ് അനുവദിക്കില്ല. ന്യൂ ഓർലിയൻസിലേക്കുള്ള യാത്രയ്ക്കിടെ എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് US പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ സുരക്ഷിതമായ വാസസ്ഥലമൊരുക്കും. നിലവിൽ അവർ കഴിയുന്ന സ്ഥലത്ത് നിന്നും അകലെയായിരിക്കും, ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതിനിടയിൽ ഗാസ താൻ സ്വന്തമാക്കുമെന്നും ഭാവിയിലേക്കുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് വികസനത്തിനായി ഇതിനെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഗാസ കൈവശപ്പെടുത്താൻ പോവുകയാണ്. ഞങ്ങൾക്കത് വിലയ്ക്ക് വാങ്ങേണ്ട കാര്യമില്ല. വാങ്ങാനൊന്നും അവിടെയില്ല. ഞങ്ങൾ ഗാസയെ സ്വന്തമാക്കും. ഞങ്ങളത് സ്വന്തമാക്കാൻ പോവുകയാണ്. ഞങ്ങളതിനെ പരിപോഷിക്കാൻ പോവുകയാണ്, ട്രംപ് മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ ആളുകൾക്ക് വേണ്ടി ഗാസയിൽ ധാരാളം തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതോടൊപ്പം ഗാസയിൽ നിന്നും ബന്ദികളെയെല്ലാം മോചിപ്പിക്കാൻ ശനിയാഴ്ച വരെയാണ് ട്രംപ് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. മോചിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ജനുവരി 19 പ്രാബല്യത്തിൽ വന്ന 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ബന്ദികളെ കൈമാറില്ലെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് മധ്യപൂർവ്വദേശത്തെ വിഷയത്തിൽ ട്രംപ് വീണ്ടും ഇടപെട്ടത്. ഹമാസിന്റെ നീക്കം ഭയാനകമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. വെടിനിർത്തലിന് ശേഷം എന്തു ചെയ്യണമെന്ന് ഇസ്രയേൽ തീരുമാനിക്കട്ടെ എന്നും ട്രംപ് പറഞ്ഞു. നിർദ്ദേശിച്ച സമയപരിധിയെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. വെടിനിർത്തലിന് ശേഷം US സേനയുടെ സാധ്യത തള്ളിക്കളയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമെന്നും ട്രംപ് മറുപടി നൽകി. ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണം. നമുക്ക് അവരെയെല്ലാം തിരികെ വേണം. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇസ്രയേലിന് വേണ്ടത് ചെയ്യാം. പക്ഷേ എൻ്റെ കാര്യത്തിൽ ശനിയാഴ്ച രാത്രി 12 മണിക്ക് അവർ ഇവിടെയില്ലെങ്കിൽ വീണ്ടും നരകം സൃഷ്ടിക്കും. ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇതിനിടെ ബന്ദിമോചനം വൈകിപ്പിക്കുന്ന നടപടിക്കെതിരെ ഇസ്രയേലിൽ ആയിരങ്ങൾ നിരത്തിലിറങ്ങി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലേക്കും പ്രതിഷേധമുണ്ടായി. ദേശീയപാതയും ഉപരോധിച്ചു. അതോടൊപ്പം തന്നെ ഗാസയെ നരകമാക്കാൻ ട്രംപിനാകില്ലെന്ന് പ്രഖ്യാപിച്ച് ആയിരങ്ങൾ ഗാസ മുനമ്പിൽ തമ്പടിച്ചു. എങ്ങോട്ടും കുടിയേറില്ലെന്നും എല്ലാം സഹിച്ചും ഗാസയിൽ തുടരുമെന്നും അവർ പ്രഖ്യാപിച്ചു. അതേസമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തു വന്നു. ബന്ദികളുടെ കൈമാറ്റം നീട്ടിവെച്ചാൽ ആക്രമണം ആരംഭിക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ അത് തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. എക്സിലൂടെയാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. 9 പേരെ വിട്ടയക്കണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് ഇസ്രയേലികളായ ബന്ദികളെ മോചിപ്പിക്കുന്നത് ഹമാസ് നിർത്തിവച്ചിരുന്നു. 3 ആഴ്ചയായി ഇസ്രയേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നുവെന്നും ഹമാസ് ആരോപിക്കുന്നു. ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രയേൽ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബന്ദികളുടെ കൈമാറ്റത്തിനില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കി. എന്തിനും സജ്ജമായിരിക്കാൻ ഇസ്രയേൽ സർക്കാർ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ മധ്യപൂർവ്വ ദേശം വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്.